കൊല്ലം കുണ്ടറയിൽ ദേഹാസ്വസ്ഥത്തെ തുടർന്ന ഒരു കുടുംബത്തിലെ 7 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. ഒരാളുടെ നില ഗുരുതരമാണ്. ഭക്ഷ്യവിഷബാധയാണോ എന്നാണ് സംശയിക്കുന്നത്. കുടുംബം ഭക്ഷ്യസുരക്ഷാ വകുപ്പിലും പോലീസിലും പരാതി നൽകിയിരിക്കുന്നു. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ ഒരു കുടുംബത്തിലെ 7 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുന്നത്. എന്താണ് ഇവരുടെ നില? എവിടെ നിന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചത്? അതായത് സ്മൃതി, കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുണ്ടറയിലെ ഒരു ഹോട്ടലിൽ നിന്നായി കുടുംബം ഭക്ഷണം കഴിക്കുന്നത്. 8 പേരാണ് ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയത്. അതിൽ 7 പേർ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരു കുട്ടി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. ഞായറാഴ്ച രാത്രിയാണ് ഭക്ഷണം കഴിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെയോടുകൂടി 7 പേർക്കും ഭക്ഷണം കഴിച്ച 7 പേർക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ആദ്യം ആശുപത്രിയിൽ പോയി ട്രിപ്പിട്ട് തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ പിന്നീടാണ് ഇവരുടെ 7 പേരുടെയും ആരോഗ്യനില കൂടുതൽ ഗുരുതരമായത്. അവർ പിന്നീട് കൊല്ലത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. നിലവിൽ 7 പേരാണ് ആശുപത്രിയിലുള്ളതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ഇയാൾ ICUവിൽ, അത്യാഹിത വിഭാഗത്തിൽ ICUവിൽ ചികിത്സയിൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുടുംബം, ഈ അക്ബർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഈ കുടുംബത്തിൽ ഈ സംഭവത്തിൽ പ്രശ്നമുണ്ടായ ആശുപത്രിയിൽ ചികിത്സ ഒരാൾ നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് മേലെയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായത്. ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അപ്പോൾ ഈ കുടുംബം എന്തായാലും വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ഒപ്പം തന്നെ പോലീസിനും വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പാണ് ഇവരുടെ അടുത്തെത്തുകയും ഇവരുടെ മൊഴി നിലവിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം പഴയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിൽ പോയി സാമ്പിൾ എടുക്കുക എന്നൊക്കെ പ്രായോഗികമാണെന്നൊരു വിഷയമുണ്ട്. എന്തായാലും ചികിത്സയിലാണ്. ഡോക്ടറുടെ കൂടി റിപ്പോർട്ട് ലഭിച്ച ശേഷം മേൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിലവിൽ പറയുന്നത്. എന്തായാലും 7 പേർക്ക് ഒരേ സമയം പ്രശ്നം വരുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ട്. എന്തായാലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും അന്വേഷണം ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്മൃതി. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.